അടിത്തറ പാകിയ മുൻകാല പ്രവാസികൾക്ക് അർഹമായ പരിഗണനയും ആദരവും നൽകണമെന്ന് വേൾഡ് KMCC പ്രസിഡന്റ് KP മുഹമ്മദ് കുട്ടി ആവശ്യപ്പെട്ടു. പ്രായപരിധി നിയന്ത്രണം മൂലം പ്രവാസി ക്ഷേമനിധിയിൽ അംഗമാകാൻ പോലും സാധിക്കാത്ത സാഹചര്യമാണുള്ളത്. ഗൾഫിലുള്ള യുദ്ധ സാഹചര്യം കാരണം ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രവാസി വോട്ടുകളുടെ എണ്ണം വലിയ രീതിയിൽ കുറഞ്ഞതായും അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് UDF-നെയാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ വളർച്ചയ്ക്ക് അടിത്തറയിട്ട പ്രവാസം സജീവമായത് 70കളിലാണ്. നാടും വീടും ഉപേക്ഷിച്ച് വർഷങ്ങളോളം മരുഭൂമിയിൽ കഷ്ടപ്പെട്ട മുൻകാല പ്രവാസികളാണ് ഇന്നത്തെ ഈ നേട്ടത്തിന് വഴിയൊരുക്കിയത്. ഇവരെ വേണ്ട വിധം അംഗീകരിക്കാനോ പരിഗണിക്കാനോ മാറിവരുന്ന സർക്കാരുകൾ തയ്യാറായിട്ടില്ല എന്നാണ് പരാതി. കേരളത്തിന്റെ സാമ്പത്തിക നട്ടെല്ല് ശക്തമാക്കിയ മുൻകാല പ്രവാസികളെ അർഹമായ രീതിയിൽ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യണമെന്ന് വേൾഡ് KMCC പ്രസിഡന്റ് KP മുഹമ്മദ് കുട്ടി ആവശ്യപ്പെട്ടു. ഒരു 70-80 വരെയൊക്കെയുള്ള കാലഘട്ടത്തിലെ കുറച്ച് ആളുകൾ 77 മുതൽ ഒഴുകിയെത്തിയതാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക്, GCC-കളിലേക്ക് ഈ മലയാളി സഹോദരങ്ങൾ. അവരുടെ സമ്പത്താണ്, അധ്വാനമാണ് ഈ രാജ്യത്തിൻ്റെ മുഖച്ഛായ മാറ്റിയത്. സ്വതന്ത്ര സമരകാലികൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളെങ്കിലും പ്രയാസി ഈ വിഭാഗത്തിന് കൊടുക്കേണ്ടതല്ലേ? ഗൾഫ് മേഖലയിലെ യുദ്ധ സാഹചര്യം കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുമ്പത്തെ പോലെ വോട്ട് ചെയ്യാൻ പ്രവാസികൾക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് UDF-നെയാണെന്നും KP മുഹമ്മദ് കുട്ടി പറഞ്ഞു. എന്നാൽ ഫ്ലൈറ്റ് സർവീസുകൾ താറുമാറാകുകയും ചാർജുകൾ കുതിച്ചു കയറുകയും ഫ്ലൈറ്റ് ലഭ്യമല്ലാതാവുകയും അതുകൊണ്ട് ധാരാളം ആൾക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. UDF-ന് കിട്ടേണ്ടിയിരുന്ന വോട്ടുകൾ പല മണ്ഡലങ്ങളിലായി വിഭജിച്ച് കിടക്കുന്നത് കിട്ടാതെ പോവുകയാണ്. UDF-ന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തെ അത് ബാധിക്കുന്നില്ല, പക്ഷെ കൂടുതൽ ഭൂരിപക്ഷത്തെ അത് ബാധിക്കുന്നുണ്ട്. പ്രായപരിധി കാരണം പ്രവാസത്തിന് തുടക്കം കുറിച്ച പലർക്കും പ്രവാസി ക്ഷേമനിധിയിൽ അംഗമാകാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. പുതിയ UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതോടെ ഇതിന് പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. 60 വയസ്സ് എന്ന പ്രായപരിധി എടുത്തുമാറ്റുമെന്ന് UDF പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. ജലീൽ കടമകലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.